നമസ്കാരം. മഹാത്മാഗാന്ധിയെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ പരാമർശം വലിയ വിവാദമായിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ 75 വർഷം കോൺഗ്രസിനെ മുനവെച്ചുകൊണ്ടുള്ള ഒരു പരാമർശമായിരുന്നു. വെച്ചാൽ കഴിഞ്ഞ ഒരു 75 വർഷം മഹാത്മാഗാന്ധിയെ ആഗോളതലത്തിൽ അറിയിക്കുന്നതിന് വേണ്ടി കാര്യമായ ശ്രമങ്ങളൊന്നും നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. 82 ഒരു സിനിമ വന്നതിന് ശേഷമാണ് ലോകം ഗാന്ധിയെക്കുറിച്ച് അറിഞ്ഞത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പരാമർശം. അപ്പോൾ പല കോണുകളിൽ നിന്ന് കോൺഗ്രസിൻ്റെ പല നേതാക്കൾ ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് തന്നെ വലിയ തോതിലുള്ള വിമർശനവും മറുപടിയും പ്രതികരണവും ഉണ്ടായി. ഇന്നിപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെയും ഒപ്പം മുതിർന്ന നേതാക്കളെല്ലാം വലിയ തോതിൽ പ്രതികരണം നടത്തിയിരിക്കുന്നു. ഗാന്ധിയുടെ പാരമ്പര്യത്തെയും പൈതൃകത്തെയും നശിപ്പിക്കാനുള്ള ശ്രമമാണ് നരേന്ദ്രമോദി നടത്തുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് മുഖത്ത് ഒരു പുതിയ സർക്കാർ ഉണ്ടാക്കാൻ BJPയും മോദിയും ഒരുങ്ങുന്നു എന്ന ഒരു ഘട്ടത്തിൽ ഈ ഒരു പരാമർശത്തെ എങ്ങനെ വിലയിരുത്തേണ്ടതുണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം സംസാരിക്കുന്നത്. അജിംസ്, ഇപ്പോൾ ഈ ഗാന്ധിയെക്കുറിച്ചുള്ള ഗാന്ധിയൻ ദേശീയതയും ദർശനങ്ങളെയും ഒക്കെ വെച്ചുള്ള BJP RSS രാഷ്ട്രീയം തട്ടിച്ചുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ പരാമർശത്തെ എങ്ങനെ കാണണം? അല്ല, RSSൻ്റെയും BJPയുടെയും ദീർഘനാളായുള്ള ഒരു രാഷ്ട്രീയ സ്ട്രാറ്റജിയാണ് അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത്. അപ്രോപ്രിയേഷൻ എന്ന് പറഞ്ഞാൽ അവരുടേതല്ലാത്തൊരു കാര്യത്തെ തങ്ങളുടേതാക്കി മാറ്റുക. അത് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ കാര്യത്തിൽ നാം കണ്ടതാണ്. പട്ടേലിന് വേണ്ടി പ്രതിമ നിർമ്മിച്ചതാരാണ്? ഞങ്ങളാണ്. 3000 കോടി രൂപ മുടക്കി പ്രതിമ നിർമ്മിച്ചത് ഞങ്ങളാണ്. സർദാർ വല്ലഭായ് പട്ടേലാണ്, കോൺഗ്രസ്സുകാരനാണ്, സ്വാതന്ത്ര്യ സമരസേനയാണ്, ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രിയാണ്, ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന ആളാണ്, ഇന്ത്യയെ യൂണിഫൈ ചെയ്ത ആളാണ്, നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിച്ച് ഇന്ത്യ എന്ന യൂണിയൻ ഉണ്ടാക്കാൻ നേതൃത്വം കൊടുത്തതാണ് സർദാർ വല്ലഭായ് പട്ടേൽ. പക്ഷെ അദ്ദേഹം ഗുജറാത്തുകാരനാണ്. അപ്പോൾ ഗുജറാത്തുകാരനാകുമ്പോൾ സർദാർ വല്ലഭായ് പട്ടേലിനെ എങ്ങനെയാണ് RSS സ്വന്തമാക്കിയെന്ന് പറഞ്ഞാൽ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാവണം എന്ന തീരുമാനം, ആ തീരുമാനം എടുത്തത് ഗാന്ധിജിയാണ് ആ തീരുമാനം എടുത്തത്. പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റികൾ ഭൂരിഭാഗവും പിന്തുണച്ചത് സർദാർ വല്ലഭായ് പട്ടേലിനെ ആയിരിക്കെ തന്നെ ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവേണ്ടതെന്ന തീരുമാനമെടുത്ത് മഹാത്മാഗാന്ധിയാണ്. അപ്പോൾ അവിടെ മഹാത്മാഗാന്ധിയെ വില്ലനൈസ് ചെയ്യാൻ പറ്റില്ല. പകരം എന്ത് ചെയ്യുന്നു? സർദാർ വല്ലഭായ് പട്ടേലിന് പകരം നെഹ്റു പ്രധാനമന്ത്രിയായി എന്ന് പറഞ്ഞുകൊണ്ട് സർദാർ വല്ലഭായ് പട്ടേലിനെ ഒരു വ്യക്തിമാക്കി കാണിക്കുക, എന്നിട്ട് സ്വന്തമാക്കുക. അത് ഞങ്ങളുടെ ആളാണ്, ഗുജറാത്തിയാണ്, ഞങ്ങളുടെ ആളാണ് എന്ന് പറഞ്ഞിട്ട് പട്ടേലിന് വേണ്ടി പ്രതിമ ഉണ്ടാക്കുക. അതൊരു തന്ത്രമാണ്. BR അംബേദ്കർ കഞ്ചാവ് അടിച്ചിട്ടാണ് ഭരണഘടന എഴുതിയതെന്ന് VHPയുടെ ലീഡേഴ്സ് മണ്ഡൽ പ്രക്ഷോഭകാലത്ത് നിരന്തരം പ്രസംഗിച്ചിടുന്നതാണ്. ആ BR അംബേദ്കർ എന്ത് ചെയ്യുന്നു? അംബേദ്കറും ഞങ്ങളുടെ ആളാണ്. അംബേദ്കർ ജീവിച്ചത് തന്നെ, അംബേദ്കറുടെ ജീവിതം തന്നെ സംഘപരിവാർ എന്താശയമാണോ മുന്നോട്ട് വയ്ക്കുന്നത് അതിനെതിരായിട്ട് ജീവിച്ചൊരു മനുഷ്യനാണ്. പക്ഷേ അംബേദ്കറും ഞങ്ങളുടെ ആളാണ്. അംബേദ്കർ ഉണ്ടാക്കിയ ഭരണഘടനയും ഞങ്ങളുടേതാണ്. ഗാന്ധിജി അപ്രോപ്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമം വളരെ നാൾ മുമ്പേ നടന്നിരുന്നു. കുറേ നാളായിട്ട്, അതായത് വളരെ നാൾ മുമ്പേ എന്ന് പറഞ്ഞാൽ 2014 ശേഷം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിന് ശേഷം ആണ് ഏതെങ്കിലും ഒരു BJP നേതാവ് ഗാന്ധിജിയെക്കുറിച്ച് നിരന്തരം പറയുന്നത് നരേന്ദ്രമോദിയാണ്. അതിനു മുമ്പ് അടൽ ബിഹാരി വാജ്പേയി പോലും ഗാന്ധിയെ പറ്റി അത്രയധികം പറയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഗാന്ധിയെ കൂടി നമ്മുടെ ആളാക്കുന്നു. ഗാന്ധിയെ കൊന്നതാരാണ്? ഗാന്ധിയെ കൊന്ന ആളുടെ രാഷ്ട്രീയ പാർട്ടിയുടെ ഒന്നും വേണ്ട BJPയുടെയും RSSൻ്റെയും എല്ലാം ഐഡിയോളജിയുടെ പ്രയോക്താവായ ആളുടെ പടം പാർലമെൻറ്റ് സെൻട്രൽ ഹാളിൽ വെച്ചതാരാണ്? അത് BJPയാണ്. അപ്പോൾ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഇങ്ങനെയുള്ള അപ്രോപ്രിയേഷൻ പല രീതിയിൽ അവർ നടത്തുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ജാർഖണ്ഡിലെ മുഖ്യമന്ത്രി ഹേമന്ത് സോറനെ ജയിലിൽ അടച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് പഴയൊരു കേസിൽ അദ്ദേഹത്തെ ജയിലിൽ അടച്ചിട്ടുള്ളത്, ED അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ജാർഖണ്ഡിൽ നരേന്ദ്രമോദി പോയി പ്രസംഗിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഞായറാഴ്ച എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളുടെ ഹോളിഡേ ആണ്, അവരുടെ വിശുദ്ധ ദിവസമാണ്. ഈ ഹോളിഡേ എന്ന് പറഞ്ഞാൽ അവധിയാണെന്നല്ല മൂപ്പര് മനസ്സിലാക്കുന്നത്. ഹോളിഡേ വിശുദ്ധ ദിവസമാണ്, അതിന് ഹിന്ദുക്കളുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പ്രസംഗിക്കുകയാണ്. അതിനുശേഷം അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ ഗുസ്പേട്ടിയോ, അതായത് നുഴഞ്ഞുകയറ്റക്കാർ, ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞുകയറ്റക്കാർ ഛത്തീസ്ഗഡിലുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം നുഴഞ്ഞുകയറ്റക്കാരെന്ന് ഉദ്ദേശിക്കുന്ന ആരാണെന്നറിയില്ല, ബംഗ്ലാദേശിൽ നിന്നാണെന്നും അറിയില്ല. താരതമ്യേന ഈ പറയുന്ന ഒരു മുസ്ലിം പോപ്പുലേഷൻ കുറഞ്ഞൊരു സ്ഥലമാണ് ജാർഖണ്ഡ്. അവിടെ പോലും കുറവാണ്, പക്ഷേ അവിടെ പോലും എന്താണ് ചെയ്യുന്നത്? വേറെ രീതിയിലുള്ള വിഭജനം ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു വശത്ത് ഡിവൈഡിനുള്ള ശ്രമം, മറുവശത്ത് അപ്രോപ്രിയേഷനുള്ള ശ്രമം. അവിടെയാണ് ഗാന്ധിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് എന്ത് ചെയ്യുന്നു? കോൺഗ്രസ് ഇദ്ദേഹത്തിൻ്റെ ലെഗസി ലോകം മുഴുവൻ വ്യാപിപ്പിക്കാൻ വേണ്ടി ഒരു ശ്രമവും നടത്തിയില്ല എന്നാണ് പറയുന്നത്. അതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്ന്, കോൺഗ്രസ് സ്വാതന്ത്ര്യ സമരം നടത്തുമായിരുന്നു. കോൺഗ്രസ് ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതിയായിരുന്നു. ആ സമയത്ത് ഞങ്ങൾക്കൊരു ഗാന്ധി എന്ന ലീഡറുണ്ട്, ലോകം മുഴുവൻ അദ്ദേഹത്തെ കേൾക്കണമെന്ന് കോൺഗ്രസ്സുകാർക്ക് പറയാൻ പറ്റില്ല, കാരണം അവരിവിടെ ഫൈറ്റിലാണ്.
അതേസമയം ആ സ്വാതന്ത്ര്യ സമരത്തിൽ ഒന്നും പങ്കെടുക്കാതെ ചുമ്മാ ഇരുന്ന ആൾക്കാരുണ്ടല്ലോ, അത്ര ഗാന്ധിയുടെ സ്നേഹമാണ് ആ സമയത്ത് പോയി എന്ത് ചെയ്യണം, ലോകത്തോട് പറയണ്ടേ, ഒരു പണിയില്ലല്ലോ. പക്ഷെ അതിന് പകരം അവൻ എന്താ ചെയ്ത് ഗാന്ധിയെ വെടിവെച്ച് കൊന്നു നാഥുറാം വിനായക് ഗോഡ്സെയോട് ഏതെങ്കിലും തരത്തിലുള്ള വിരോധം മോദിയുടെ പാർട്ടിക്കോ RSSനോ ഉണ്ടോ? ഇല്ലല്ലോ. ഒന്നും വേണ്ട. നാഥുറാം വിനായക് ഗോഡ്സെ എന്താണ്, ദേശസ്നേഹിയാണെന്ന് പറഞ്ഞ ഒരു MP ഉണ്ടായിരുന്നു, പ്രജ്ഞാ സിംഗ് ഠാക്കൂർ. അവരെ ആ പാർട്ടി പുറത്താക്കിയോ അങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ? അവരുടെ MP സ്ഥാനം മേടിച്ചു വെച്ചോ? ഇല്ലല്ലോ. അവർ തന്നെ ഒരു ഭീകരാക്രമണ കേസിൽ പ്രതിയാണ്, UAPA ചേർത്തപ്പെട്ട് ജയിലിൽ കിടന്നയാളാണ്, ജാമ്യത്തിൽ ഇറങ്ങിയ ആളാണ്. അങ്ങനെ ഒരാളെ BJPയിൽ അംഗത്വം കൊടുത്ത് ഭോപ്പാലിൽ നിന്ന് മത്സരിപ്പിച്ച് പാർലമെൻറ്റിലേക്ക് അയച്ചതാണ്. അത് ഈ പറയുന്ന BJP ആണ്. അപ്പോൾ ഒരു വശത്ത് ഡിവൈഡിനുള്ള ശ്രമം, മറുവശത്ത് അപ്രോപ്രിയേഷനുള്ള ശ്രമം. പക്ഷേ ഇത് വളരെ പരിഹാസ്യമാം വിധം പരാജയപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ട് കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഗാന്ധിയെ ലോകം അറിഞ്ഞത് സിനിമയിലൂടെയാണെന്ന് പറയുമ്പോൾ, ഒന്ന് ചരിത്രബോധമില്ല അദ്ദേഹത്തിന്, ചരിത്രബോധമില്ല എന്ന് തെളിയുന്നു. മറ്റൊന്ന്, ആ അപ്രോപ്രിയേഷൻ സ്വീകരിക്കപ്പെടുന്നില്ല, ജനങ്ങൾക്കിടയിൽ സ്വീകരിക്കപ്പെടുന്നില്ല എന്ന് തെളിയുകയാണ്. അതിൻ്റെ കാരണം ഗാന്ധി സിനിമ ഇറങ്ങുന്നത് 82-ലാണ്. അതിനു മുമ്പ് ലോകത്ത് നടന്ന വലിയ വിപ്ലവങ്ങൾക്ക് പ്രചോദനമായൊരു മഹാമനുഷ്യനാണ് മഹാത്മാഗാന്ധി. പ്രത്യേകിച്ചും അമേരിക്കയിലെ സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ കറുത്ത വർഗ്ഗക്കാർ അവരുടെ പൗരാവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന് വേണ്ടി ഒരു പ്രചോദനമായി സ്വീകരിക്കുന്നത് ഗാന്ധിയുടെ ജീവിതമാണ്. അവിടെ മാത്രമല്ല, ലോകത്തെമ്പാടും ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ഗസയിലെ വിഷയം പറയാറുണ്ടല്ലോ, ഫലസ്തീൻ പോരാളികൾ അവരുടേതൊരു വയലൻറ്റ് സമരമാണ്. ഗാന്ധി ഒരു അഹിംസാത്മക സമരത്തിൻ്റെ വക്താവാണ്. പക്ഷേ ഫലസ്തീൻ പോരാളികൾ നടത്തുന്ന ആയുധമെടുത്തുള്ള സമരമാണ്. പക്ഷെ അവർ പ്രചോദനം ഉൾക്കൊള്ളുന്നത് പോലും ഗാന്ധിയിൽ നിന്നാണ്. അവർക്ക് ഇന്ത്യയെക്കുറിച്ച് വലിയ മതിപ്പാണ്. ഗാന്ധിയുടെ നാടാണ് ഇന്ത്യ എന്നുള്ളതുകൊണ്ടാണ് അവർ ഇന്ത്യയോട് ആ മതിപ്പ് പുലർത്തുന്നത് തന്നെ. അവർ ഗാന്ധിയെ മാതൃകയാക്കുന്നതെന്നാണ് കൊളോണിയലിസത്തിനെതിരെ ജനസഞ്ചയത്തെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു കൊളോണിയൽ ശക്തിയെ പുറന്തള്ളിയ, അഹിംസാത്മകമായ മാർഗത്തിലൂടെ പുറന്തള്ളിയ ഒരു നേതാവ് എന്ന നിലയിലാണ് ഗാന്ധി അവർ കാണുന്നത്. ഇനി ഞാൻ മുമ്പ് സൂചിപ്പിച്ച അമേരിക്കൻ സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റ് കാര്യത്തിലാണ് മാർട്ടിൻ ലൂഥർ കിങ് ജൂനിയർ. മാർട്ടിൻ ലൂഥർ കിങ് എങ്ങനെയാണ്? മാർട്ടിൻ ലൂഥർ കിങ് രണ്ടാം ഗാന്ധിയെന്നോ അല്ലെങ്കിൽ അമേരിക്കൻ ഗാന്ധിയോ എന്നാണ് അറിയപ്പെടുന്നത്. ഇതൊക്കെ ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ലോകത്ത് സംഭവിച്ച കാര്യങ്ങളാണ്. എന്ന് മാത്രമല്ല, അഹിംസ എന്ന ആശയം ആക്ച്വലി ഒരു ബുദ്ധിസ്റ്റ് ആശയമാണ്. ഒരു പ്രാക്ടീസിങ് ഹിന്ദുവായ ഗാന്ധി ഒരു ബുദ്ധിസ്റ്റ് ആശയമായ അഹിംസ എടുത്തുകൊണ്ടാണ് ലോകം മുഴുവൻ അത് പ്രചരിപ്പിച്ചത്. അതിന് ഇന്നും പ്രസക്തിയുണ്ടെന്ന് മാത്രമല്ല, നോൺ വയലൻസ് എന്ന് പറയുന്നത് ഇന്നും പ്രസക്തമാവുന്നത് ഗാന്ധി പ്രചരിപ്പിച്ചതുകൊണ്ടും മാത്രമല്ല, ഗാന്ധി അത് ജീവിതത്തിൽ പകർത്തിയതുകൊണ്ടാണ്. എന്നിട്ട് ആ ഗാന്ധിയെ വധിച്ച ആളിൻ്റെ ആശയം പേർന്ന ആളുകൾ പറയാണ് ഗാന്ധിയെ കോൺഗ്രസ് അവഗണിച്ചു. ഗാന്ധി സിനിമ ഇറങ്ങിയതിന് ശേഷമാണ് അദ്ദേഹം ലോകം മുഴുവൻ അറിയപ്പെടുന്നതെന്ന് പറഞ്ഞാൽ അത് ചരിത്രബോധമില്ലായ്മയാണ്. കുറഞ്ഞ പക്ഷം 10ാം ക്ലാസ് വരെ സ്കൂളിൽ പഠിച്ച എല്ലാ കുട്ടികൾക്ക് പോലും അറിയാൻ കഴിയും, 10ാം ക്ലാസ്സിൽ പഠിച്ച കുട്ടികൾക്ക് പോലും അറിയാൻ കഴിയും ഗാന്ധി എത്രമാത്രം ലോകത്തെ സ്വാധീനിച്ചിട്ടുണ്ടെന്നും ഗാന്ധി എങ്ങനെയാണ് ലോകത്തിന് വിളക്കായി മാറിയത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒന്ന്, അദ്ദേഹത്തിന് ഇതൊരു ഇൻ്റർവ്യൂവിൽ പറയുന്ന കാര്യമാണ്. ഇൻ്റർവ്യൂവിൽ സാധാരണ ടെലിപ്രോംപ്റ്റർ ഉണ്ടാവില്ല, പ്രസംഗിക്കുമ്പോൾ ടെലിപ്രോംപ്റ്റർ ഉണ്ടാവില്ല. അപ്പോൾ വരുന്നൊരു ഗ്ലിച്ചാണിത്. കാരണം അദ്ദേഹത്തിന് പറയാൻ പറ്റുന്നത് അദ്ദേഹത്തിന് പറയാൻ കഴിയുള്ളൂ. അങ്ങനെ ടെലിപ്രോംപ്റ്ററില്ലാതെ സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഞാൻ ഗോഡ് സെൻറ്റ് ആളാണെന്ന് പറയുന്നത്, ദൈവം എന്നെ അയച്ചതാണ്, പരമാത്മാ അയച്ചതാണെന്ന് പറയുന്നത്, ഈ ഗാന്ധി ലോകത്ത് അറിഞ്ഞില്ല എന്ന് പറയുന്നതൊക്കെ ടെലിപ്രോംപ്റ്ററില്ലാതെ പറയുന്നതാണ്. ഇത് ആക്ച്വലി ഇപ്പോൾ അവസാന ഘട്ടത്തിൽ UPയിലും ബംഗാളിലും ഒക്കെ ഉള്ള വളരെ പ്രധാനപ്പെട്ട ചില സീറ്റുകളിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അപ്പോൾ അവസാന ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലങ്ങളിലെ സീറ്റുകൾ BJP സംബന്ധിച്ച് വളരെ നിർണായകമാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ പുറത്ത് പറയപ്പെടുന്ന ഒരു ഒപ്പീനിയൻസ് പ്രകാരം എന്താണ്, UPയിലും രാജസ്ഥാനിലും BJPക്ക് തിരിച്ചടി നേരിടും, അവരുടെ സീറ്റുകൾ കുറയും. അപ്പോൾ കുറയുന്ന സീറ്റുകൾ അവർ റിക്ലെയിം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബംഗാളിലാണ്. അപ്പോൾ ബംഗാളിൽ ആ സീറ്റുകൾ നിലനിർത്തണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആ സീറ്റ് നിർത്തണം. അതിൻ്റെ ഭാഗമാണ് വിവേകാനന്ദ പാറയിലെ ധ്യാനം. ധ്യാനം ഇരിക്കുന്നത് എന്താണ്, ബംഗാളിയായ വിവേകാനന്ദനെ മമതാ ബാനർജിയുടെ സർക്കാർ നിരന്തരം അവഗണിക്കുകയായിരുന്നു എന്നാണ് ബംഗാളിൽ നിന്ന് നിരന്തരം പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവസാന ഘട്ടത്തിൽ ബംഗാളിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പ്രത്യേകിച്ചും 24 പർഗാനാസ് ഉൾപ്പെടെയുള്ള സീറ്റുകളിലാണ്, ആ ജില്ലകളിൽ നടന്ന സീറ്റുകളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. അവിടെ വിവേകാനന്ദ പാറയിൽ പോയി ധ്യാനം ഇരിക്കുന്നു. അപ്പോൾ അതൊരു ടോക്കൺ മെസ്സേജാണ്. ഞാൻ വിവേകാനന്ദയുടെ ആളാണ്, അതുകൊണ്ട് വിവേകാനന്ദനെ ഇഷ്ടപ്പെടുന്ന ബംഗാളികൾക്ക് എനിക്ക് വോട്ട് ചെയ്യണം എന്നുള്ള ടോക്കൺ മെസ്സേജ് മാത്രമാണ്. അതിനപ്പുറം അതിന് യാതൊരു പ്രസക്തിയില്ല. ഗാന്ധിയെ പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഗാന്ധി നമ്മുടെ ആളാണ്, ഇനി വോട്ട് ചെയ്യുന്ന ആളുകൾ ഗാന്ധി BJP ആശയമുള്ള ആളാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്ന് പറയാൻ വേണ്ടിയാണ് ഗാന്ധി സ്നേഹിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അതെല്ലാം ഈ ഗാന്ധിയുടെ വിഷയത്തിൽ തീർച്ചയായിട്ടും അത് ഒരു അട്ടർ ഫെയിലിയറാണ്, അത് പരാജയപ്പെടുന്ന ഒരു തന്ത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിശാന്ത്, ഒരു അബദ്ധമാകാനിടയില്ല, നാക്കുപിഴയും അല്ല, പർപ്പസ്ഫുള്ളി ഒരു ചർച്ചയ്ക്കിട്ട് കൊടുത്തതാണ്. എന്തായിരിക്കും ഉദ്ദേശം?
അല്ല, ഇപ്പം നേരത്തെ അജിംസ് പറഞ്ഞ പോലെ പ്രധാനപ്പെട്ട നേതാക്കളെ നമ്മൾ എത്ര അവമതിക്കാൻ ശ്രമിച്ചാലും ജനങ്ങളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോവില്ല എന്ന് ഉറപ്പുള്ള ആളുകളെ ഞങ്ങളുടേതാക്കി മാറ്റുക. അവസാന തന്ത്രം അതാണ്. അവർ ഞങ്ങളുടേതാണ് എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ഗാന്ധിയോട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മോദിയെ സംബന്ധിച്ച് ഇതുപോലെ ഒരു ഇൻ്റർവ്യൂവിൽ രണ്ടോ മൂന്നോ മാധ്യമപ്രവർത്തകർ വരുന്നു, അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കുന്നു. അദ്ദേഹം എന്ത് അബദ്ധം പറഞ്ഞാലും, എന്ത് വിവരദോഷം പറഞ്ഞാലും, എന്ത് ഹേറ്റ് പറഞ്ഞാലും അത് കേട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് നമ്മൾ റമദാൻ കാലത്ത് ഗസയിൽ ആക്രമണം നിർത്തിക്കാൻ ഞാൻ രഹസ്യ സംഘത്തെ അയച്ചു, നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ ഓഹോ അങ്ങനെയാണോ അവിടുത്തെ ആക്രമണം നിന്നത് എന്ന് അത്ഭുതപ്പെടുന്ന മാധ്യമപ്രവർത്തകർ. സത്യത്തിൽ അവിടെ ആക്രമണം നിന്നിട്ടില്ല എന്ന് മാത്രമല്ല, കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ട സമയമാണത്. അത്തരം ചോദ്യങ്ങൾ തിരിച്ചു ചോദിക്കാൻ ആരുമില്ല എന്ന് ഉറപ്പുള്ള അഭിമുഖങ്ങളിൽ അദ്ദേഹം പറയുന്ന സംഗതികളാണിത്. അപ്പോൾ ഗാന്ധിയോട് ഞങ്ങൾക്ക് വല്ലാത്ത മമതയുണ്ട്, കഴിഞ്ഞ സർക്കാരുകൾക്ക് അത് ഉണ്ടായില്ല, കോൺഗ്രസ്സിനുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞതിലെ ആ പരിഹാസ്യത മോദി ആലോചിക്കണം. കോൺഗ്രസ് സർക്കാരുകളുടെ കാലത്താണ് രാജ്യത്തെ ഏറ്റവും കൂടുതൽ പ്രോജക്റ്റുകൾക്ക് മഹാത്മാഗാന്ധിയുടെ പേരിട്ടിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ നിർമ്മിതികൾക്ക് പേരിട്ടിട്ടുള്ളത്, പ്രോജക്റ്റുകൾക്ക്, സ്കീമുകൾക്ക് പേരിട്ടിട്ടുള്ളത്. മോദി അധികാരത്തിൽ വന്നതിന് ശേഷം മഹാത്മാഗാന്ധിയുടെ പേരിട്ട ഏതൊക്കെയും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കീം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? മോദി അഹമ്മദാബാദിലൊരു പുതിയ സ്റ്റേഡിയത്തിൻ്റെ പേര് മാറ്റി ആരുടെ പേരായിട്ട്? അദ്ദേഹത്തിൻ്റെ പേരായിട്ട്. ജവഹർലാൽ നെഹ്റുവിൻ്റെ പേര് മാറ്റി അവിടുത്തെ ഡൽഹിയിലെ മ്യൂസിയത്തിൽ നിന്ന്, എന്നിട്ട് പ്രൈം മിനിസ്റ്റർ മ്യൂസിയം എന്നതിൻ്റെ പേര് മാറ്റി. ഗുജറാത്തിയാണ്. യെസ്, പോർബന്ദർ. അപ്പോൾ ഈ ചരിത്രത്തിലുള്ള പ്രധാനപ്പെട്ട കക്ഷികളെയെല്ലാം നമ്മുടെ സ്മൃതിയിൽ നിന്ന് ഇല്ലാതാക്കാൻ വലിയ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് മോദി. എന്നിട്ട് പറയാണ് അവരെ ലോകത്തിന് കാട്ടിക്കൊടുക്കുന്നതിൽ കോൺഗ്രസ് സർക്കാർ പരാജയപ്പെട്ടു എന്ന്. ഗാന്ധിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും, അതായത് ഗാന്ധിയുടെ സ്മൃതികളെ ഇല്ലാതാക്കാൻ. അതുമാത്രമല്ല, കഴിഞ്ഞ 10 വർഷക്കാലത്തേക്ക് നേരത്തെ അജിംസ് പറഞ്ഞത് നമ്മൾ കണ്ട ഏറ്റവും പ്രധാന സംഗതി, ഗാന്ധിയെ കൊന്ന ഒരുപക്ഷെ ഇന്ത്യൻ ചരിത്രം ഏറ്റവും കൂടുതൽ വെറുപ്പോടെ കാണുന്ന ഒരു ചരിത്രത്തിലെ ഒരാളാണ് ഗോഡ്സെ. അയാൾക്ക് അനുകൂലമായി സംസാരിക്കാൻ കഴിയുന്ന ഒരു പരിതസ്ഥിതി ഇന്ത്യയിൽ ഉണ്ടാക്കിയത് മോദിയാണ്. മോദിക്ക് മുൻപുണ്ടായിരുന്ന പ്രധാനമന്ത്രിമാരുടെ കാലത്ത് ഗോഡ്സെ ഗംഭീര കക്ഷിയാണെന്ന് പറയാൻ ഒരാൾക്ക് പബ്ലിക്കായി പറയാൻ കഴിയുമായിരുന്നില്ല. മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊല്ലുന്ന ആ സീൻ റീക്രിയേറ്റ് ചെയ്യാൻ ഹിന്ദു മഹാസഭയുടെ വനിതാ നേതാവിന് കഴിയുമായിരുന്നില്ല. 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഗാന്ധിയെ കൊന്ന സീൻ റീക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞത്. അതിനുശേഷമാണ് ഗോഡ്സെയെ പുകഴ്ത്താൻ തുടങ്ങിയത്. അതിനുശേഷമാണ് ഗോഡ്സെക്ക് ക്ഷേത്രം വേണമെന്ന ആവശ്യം ഉയർത്താൻ തുടങ്ങിയത്. അപ്പം ആ അറ്റ്മോസ്ഫിയർ, ഗാന്ധിക്കെതിരായ അറ്റ്മോസ്ഫിയർ രാജ്യത്ത് ഉണ്ടാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ഒരാളാണ് നരേന്ദ്രമോദി. 1995 കോൺഗ്രസ് ഗാന്ധി പീസ് പ്രൈസ് എന്ന് പറഞ്ഞ 1 കോടി രൂപ സമ്മാനം കൊടുക്കുന്ന ലോകത്ത് ശ്രദ്ധിക്കപ്പെട്ട പുരസ്കാരം പ്രഖ്യാപിക്കുന്നത്. നരസിംഹറാവുവാണ് പ്രധാനമന്ത്രി. മോദി എന്ത് പീസ് പ്രൈസാണ് പ്രഖ്യാപിച്ചത്? മോദി എന്താണ് ഗാന്ധിയെ ലോകത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചത്? അപ്പം അതിന് ഒരു ചരിത്ര നിഷേധം മാത്രമല്ല, ഒരുതരം പരിഹാസ്യത എന്ന് പറയുന്ന സംഗതി അതിനകത്തുണ്ട്. അപ്പോൾ ഗാന്ധിയെക്കുറിച്ച് അറിയാവുന്ന ആളുകൾ, ഗാന്ധിയുടെ മൂല്യത്തെക്കുറിച്ച് അറിയാവുന്ന ആളുകൾ ഈ പറയുന്നത് കേൾക്കുമ്പോൾ അവർക്ക് ചിരിയാണ് വരിക. ഇതൊരു സംഗതിയാണ്. അതായത് താൻ ഇത്രയും കാലം ഈ രാജ്യത്ത് ഈ പണിയെടുത്തിട്ടും ഗാന്ധിയൊക്കെ വില വയ്ക്കുന്ന ആൾക്കാരുണ്ട് എന്നത് മോദിയെ സംബന്ധിച്ച് ഒരു പ്രശ്നമായി കാണും. അങ്ങനെയാണെങ്കിൽ ഗാന്ധിയെ ഞങ്ങളല്ലേ കൊണ്ടുവന്നത്, ഞങ്ങളാണ് ഗാന്ധിയെ സഹായിക്കുന്നത്, ഞങ്ങളാണ് ഗാന്ധിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള പ്രചാരണവും കൊടുക്കുന്നത് പറയാൻ ശ്രമിക്കുകയാണ്. പിന്നെ ഒരു സിനിമ വന്നിട്ടാണ് ഗാന്ധി ശ്രദ്ധിക്കപ്പെട്ടതെന്ന് വെച്ചാൽ, സിനിമയൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം നമ്മൾ ശ്രദ്ധിക്കപ്പെടാനെന്ന് അയാൾ സ്വയം വിചാരിക്കുന്നുണ്ടാവും. കാരണം അദ്ദേഹം പ്രൊപ്പഗൻഡ സിനിമകളുടെ ഒരു സീരീസ് തന്നെ നമ്മുടെ ഈ കാലത്ത് കണ്ടു. PR വ്യായാമങ്ങളുടെ ഒരു വലിയ പരമ്പര കണ്ടു. നേതാക്കൾ ഉണ്ടാക്കപ്പെടുന്നത് സിനിമകളിലൂടെയാണ് എന്നൊരു പക്ഷേ ഈ പ്രധാനമന്ത്രി വിചാരിക്കുന്നുണ്ടാവും. എനിവേ അത്ഭുതമൊന്നും സീരിയസ്ലി തോന്നുന്നില്ല, ദീർഘമായി അതിനെക്കുറിച്ച് പറയാൻ തോന്നുന്നില്ല. കാരണം നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം കണ്ട അബദ്ധങ്ങൾ, ചരിത്ര നിഷേധത്തെ മുൻനിർത്തിയുള്ള അദ്ദേഹത്തിൻ്റെ അവകാശവാദങ്ങൾ, അതുമാത്രം മതിയല്ലോ. അപ്പോൾ ഇങ്ങനെ വ്യാജം പറയുക, ഹെയ്റ്റ് പറയുക, ഈ അപ്രോപ്രിയേഷൻ, അപഹാസ്യമായ കൂട്ടിച്ചേർക്കൽ ശ്രമിക്കുക, അതിങ്ങനെ ആവർത്തിച്ച് കണ്ടുകൊണ്ടേയിരിക്കുന്നു. അത് ഇനിയും നമുക്ക് കാണേണ്ടി വരും. പക്ഷേ വെറുതെ ഒന്ന് ഗൂഗിൾ ചെയ്യുന്ന ആർക്കും ഇതിലെ മണ്ടത്തരം പെട്ടെന്ന് മനസ്സിലാവും. എന്തായാലും കോൺഗ്രസിനെ അറ്റാക്ക് ചെയ്യാൻ പുതിയൊരു വിഷയം അദ്ദേഹം കണ്ടെത്തിയതാണ്. പക്ഷേ അതിലൂടെ സ്വയം പരിഹാസ്യനാവുകയാണ് നരേന്ദ്രമോദി എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് പൊതുവെ ഉയരുന്നത്.